നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക്. സംസ്ഥാനത്ത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഗുണഭോക്താക്കൾ, അതുപോലെ തന്നെ റേഷൻ കാർഡുള്ള ആളുകൾ എന്നിവരെല്ലാവരും തന്നെ ഈ ഒരു വീഡിയോ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം. വീണ്ടും മസ്റ്ററിംഗ് വരികയാണ്. മസ്റ്ററിംഗിൽ പങ്കെടുക്കാത്ത ഗുണഭോക്താക്കളുടെ ആനുകൂല്യങ്ങളെല്ലാം തന്നെ തടയപ്പെടുന്നതാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് വന്നിരിക്കുന്നത്. വീഡിയോ മുഴുവനായി ശ്രദ്ധിക്കണം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകളിലേക്ക് വരാം. നമുക്കറിയാം, പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ഒരു വർഷത്തിൽ 6000 രൂപയാണ് ലഭിക്കുന്നത്. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് വളരെ ജനകീയമായിട്ടുള്ള ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്നത്. 4 മാസത്തെ ഇടവേളകളിലായി 2000 രൂപ വെച്ചാണ് ഒരു വർഷത്തിൽ 6000 രൂപ ലഭ്യമാക്കുന്നത്. ഇതിനോടകം തന്നെ 16 ഗഡുക്കൾ വിതരണം ചെയ്തു കഴിഞ്ഞു. ഇനി 17ാമത്തെ ഗഡുവാണ് വിതരണം ചെയ്യാനിരിക്കുന്നത്. എന്നാൽ ചില ഗുണഭോക്താക്കൾക്കെങ്കിലും കഴിഞ്ഞ ഗഡു മുടങ്ങിയ അവസ്ഥയാണുള്ളത്. ഇത്തരത്തിൽ മുടങ്ങിയ പല ഗുണഭോക്താക്കളുടെയും അക്കൗണ്ടുകളിലേക്ക് ഈ ഒരു മെയ് മാസത്തിൽ തുക ലഭ്യമാക്കിയിട്ടുണ്ട്. മുൻകാലങ്ങളിൽ തുക മുടങ്ങിയ ഗുണഭോക്താക്കളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അക്കൗണ്ടുകൾ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങളുടെ ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഏത് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ഈ ഒരു തുക ലഭിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ സ്ഥിരമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ആയിരിക്കണം എന്നില്ല ഈ ഒരു തുക നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മറ്റ് ബാങ്ക് അക്കൗണ്ടുകളും ഒന്ന് പരിശോധിക്കാൻ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം. ഒരു ഗഡു മുടങ്ങിയവരാണെങ്കിൽ അവർക്ക് 2000 രൂപ, 2 ഗഡു മുടങ്ങിയവരാണെങ്കിൽ അവർക്ക് 4000 രൂപ എന്നിങ്ങനെയാണ് തുക ലഭ്യമാക്കിയിരിക്കുന്നത്. ഫെബ്രുവരി 28-നാണ് ഏറ്റവും അവസാനമായി, അതായത് 16ാമത്തെ ഗഡു വിതരണം നടത്തിയത്. DBT സംവിധാനം അപ്ഡേറ്റ് ആവാത്തത് കാരണമാണ് പലർക്കും ഈ ഒരു 16ാമത്തെ ഗഡു മുടങ്ങിയത്. ഇങ്ങനെ മുടങ്ങിയവർക്കെല്ലാം തന്നെ കുടിശ്ശിക അടക്കമുള്ള തുകയാണ് ഈ ഒരു മെയ് മാസം ലഭ്യമാക്കിയിട്ടുള്ളത്. ഇത് കൂടാതെ KYC, അക്കൗണ്ട് ആധാർ സീഡിംഗ്, ലാൻഡ് സീഡിംഗ് എന്നിവയിലെ പ്രശ്നങ്ങൾ മൂലം 13ാമത്തെ ഗഡുകൾ ലഭിക്കാതിരുന്ന പല ഗുണഭോക്താക്കൾക്കും ഇപ്പോൾ ഈ ഒരു തുക ലഭ്യമാക്കിയിട്ടുണ്ട്. 3 ഗഡു മുടങ്ങിയവരാണെങ്കിൽ അവർക്ക് 6000 രൂപ, അതുപോലെ തന്നെ 4 ഗഡുവാണ് മുടങ്ങിയിട്ടുണ്ടെങ്കിൽ 8000 രൂപ എന്നിങ്ങനെ ഒന്നിച്ച് തുക ലഭിച്ച ഗുണഭോക്താക്കളുമുണ്ട്. ഇനി അടുത്തതായി ലഭിക്കാനുള്ളത് 17ാമത്തെ ഗഡുവാണ്. അത് ഈ ഒരു തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വിതരണം നടക്കാത്തത്. ഇനി അടുത്ത മാസം, അതായത് ഈ ഒരു മെയ് മാസം കഴിഞ്ഞ് ജൂൺ മാസത്തിൽ നമുക്ക് ഈ ഒരു 17ാമത്തെ ഗഡു പ്രതീക്ഷിക്കാവുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ശ്രദ്ധിച്ചിരിക്കേണ്ടത് സംസ്ഥാനത്തെ മഞ്ഞ, പിങ്ക് റേഷൻ കാർഡുകൾ, അതായത് മുൻഗണനാ വിഭാഗത്തിൽ വരുന്ന റേഷൻ കാർഡ് ഉടമകൾ എല്ലാവരും തന്നെ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം. ഇങ്ങനെ മുൻഗണനാ വിഭാഗത്തിൽ വരുന്ന റേഷൻ കാർഡ് ഉടമകൾ തീർച്ചയായും മസ്റ്ററിംഗ് ചെയ്തിരിക്കണം. മസ്റ്ററിംഗ് ചെയ്യണം എന്നുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശമാണ്. ഇത് എല്ലാ സംസ്ഥാനങ്ങൾക്കും തന്നെ ഈ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് കഴിഞ്ഞ മാസങ്ങളിൽ ഈ ഒരു മസ്റ്ററിംഗ് ആരംഭിച്ചെങ്കിലും POS മെഷീൻ തകരാർ, അതുപോലെ തന്നെ സെർവർ തകരാർ മൂലം ഈ ഒരു മസ്റ്ററിംഗ് നടപടികൾ നിർത്തിവെക്കുകയായിരുന്നു. പല തവണ മസ്റ്ററിങ്ങിനായിട്ടുള്ള അവസരം കേന്ദ്ര സർക്കാർ നീട്ടി നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ ഒരു മസ്റ്ററിംഗ് നടപടികൾ സംസ്ഥാനത്ത് പൂർത്തിയാക്കാനായില്ല. ഇങ്ങനെ മുൻഗണനാ ലിസ്റ്റിൽ വരുന്ന റേഷൻ കാർഡ് ഉടമകൾക്ക്, അതായത് ഈ ഒരു റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള അംഗങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇവരെല്ലാവരും തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശം. കാർഡ് ഉടമകൾ ജീവിച്ചിരിപ്പുണ്ട് എന്നും മുൻഗണനാ വിഭാഗത്തിന് അർഹരാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ സർക്കാർ സംവിധാനങ്ങൾക്ക് ബോധ്യപ്പെടുന്നതിന് വേണ്ടിയാണ് ഈ ഒരു മസ്റ്ററിംഗ് നടപടികൾ ആരംഭിച്ചത്. ഇനി ഈ ഒരു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ, അതായത് അടുത്ത മാസമായിരിക്കും ഈ ഒരു മസ്റ്ററിംഗ് നടപടികൾ ആരംഭിക്കുക. റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ അംഗങ്ങളും, അതായത് മുൻഗണനാ വിഭാഗത്തിൽ വരുന്ന റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ അംഗങ്ങളും തന്നെ ഈ ഒരു മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിക്കണം. ഇനി മാനസിക, ശാരീരിക വെല്ലുവിളി നേരിടുന്ന ആളുകൾ, അതുപോലെ തന്നെ കിടപ്പ് രോഗികൾ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ റേഷൻ കാർഡിൽ അംഗങ്ങളായിട്ടുണ്ട് എങ്കിൽ അങ്ങനെയുള്ള ആളുകളുടെ വീടുകളിലേക്ക് ഉദ്യോഗസ്ഥരെത്തി അവരുടെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്നതാണ്. തീർച്ചയായും ഈ ഒരു തിരഞ്ഞെടുപ്പ് പ്രക്രിയ കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ആരംഭിക്കുന്ന ഒരു നടപടിയായിരിക്കും റേഷൻ കാർഡ് ഉടമകളുടെ മസ്റ്ററിംഗ്. ആ ഒരു സമയത്ത് ഒരു അറിയിപ്പ് വരുന്നതായിരിക്കും. തീർച്ചയായും എല്ലാ ഗുണഭോക്താക്കളിലേക്കും ഈ ഒരു അറിയിപ്പ് ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും. എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രാധാന്യമുള്ള അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുവാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം.